നമ്മൾ ഒരു സമൂഹം മൊത്തം അധപ്പതിച്ചു പോയൊരവസ്ഥയാണ്. ഇതെന്താണ് ഈ രാത്രി കാലങ്ങളിൽ ഈ ടിക്ടോക്കിൽ നടക്കുന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ ചാനലുകൾ കണ്ടെത്തുന്ന വാർത്തകൾക്കപ്പുറത്തേക്കാണ് ഒരു മൊബൈലുമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ആകെ ഒരു മൊബൈലിൻ്റെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരാൾ എവിടുന്നെങ്കിലുമൊക്കെ ഉള്ള ഒരു വാർത്തകൾ എടുക്കുന്നു. പിന്നെ ഇവിടുത്തെ ശ്രോതാക്കൾ അവരെത്രത്തോളം സ്നേഹമാണ്. കാരണം എന്നെ കാണാൻ മലബാർ എന്ന നാട്ടിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എൻ്റെ നാട്ടിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. നമസ്കാരം. ആവോ TV 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നിയാസ് ഇ കുട്ടിയാണ്. നിയാസ് ഇ കുട്ടി ശരിക്കും പറഞ്ഞാൽ പ്രവാസത്തിൽ ഏഷ്യാനെറ്റ് റേഡിയോ എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നല്ല ഒരു പെർഫോമറായിട്ടുണ്ടായിരുന്നു. ആ ഏഷ്യാനെറ്റ് റേഡിയോയുടെ അവസാനത്തെ എപ്പിസോഡ് വരെ അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ്. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഇന്ന് അതിഥിയായി ഇവിടെ കിട്ടി. ഒരുപാട് സന്തോഷം. നമസ്കാരം. നമസ്കാരം ഷായി ചേട്ടാ. വലിയ സന്തോഷം. കാരണം ഷായി ചേട്ടനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് റേഡിയോയിൽ അകത്ത് കയറിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ പുറത്ത് നിന്നിട്ട് ഏഷ്യാനെറ്റ് റേഡിയോ ഇത്രയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുള്ള ഒരാൾ. നമ്മുടെ ഏതൊരു ഇവൻ്റ് വന്നാലും ഏതൊരു പ്രോഗ്രാം വന്നാലും ഷാജി ചേട്ടൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം മാധ്യമവുമായിട്ട് അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകരുമായിട്ടുള്ള ചേട്ടൻ്റെ ബന്ധം വളരെ നേരത്തെ എനിക്കറിയാം. ഇപ്പോൾ ഇങ്ങനെ അവർ TV 24 എന്ന പേരിൽ ചേട്ടൻ്റെ ഒരു പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുമ്പോൾ എനിക്കും അതിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ പ്രവാസ ലോകത്തിൽ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നതും പൊതുവെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഞാനാണ് സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, റേഡിയോയിലാണെങ്കിലും TV യിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്ന് കൊടുക്കാറില്ല എന്നുള്ളത് എൻ്റെ ഒരു ബാക്കിലോട്ട് വലിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പം ഷാജി ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ഞാൻ നിയാസ് വരുമ്പോൾ നിയാസിനെ കാണുകയും ജസ്റ്റ് ഹായ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിയാസ് വളരെ തിരക്കിലാണ്. നിയാസ് കേരളത്തിൽ നിന്ന് നേരെ UAE വരുന്നു, സൗദിക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഷാജി ചേട്ടാ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കോള് അല്ലെങ്കിൽ നമ്മളൊരു സംഭാഷണം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു, കഴിഞ്ഞ പ്രാവശ്യവും നിയാസിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കണം, ഒരു 15 മിനിറ്റ് ഇരിക്കണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഈ തിരക്കുകൾ, അതായത് വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്നിട്ടും തീർത്തും അതിനേക്കാൾ തിരക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ഏഷ്യാനെറ്റിൽ നിന്ന് എങ്ങനെയാണ് ശരിക്കും ഇവിടുന്ന് മതിയാക്കേണ്ടി വന്നത്? പലരും പറയുന്നുണ്ട് ഇപ്പോഴും വീണ്ടും ഏഷ്യാനെറ്റ് വരുമെന്നൊക്കെ. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇത് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം സൗദി അറേബ്യയിലൊക്കെ പ്രോഗ്രാമിന് വന്ന സമയത്തും ഏറ്റവും കൂടുതൽ പണ്ട് മുതൽ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ ചോദിക്കുന്നത് ഏഷ്യാനെറ്റ് റേഡിയോ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2019 ഞാൻ അവസാനമായി ഇവിടുന്ന് പോകുന്നത്. അവസാനം റേഡിയോയിലെ പ്രോഗ്രാം ഞാനാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസം പാട്ടുകളുണ്ടായിരുന്നു, പിന്നെ അത് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്താണ് സംഭവിച്ചെന്നുള്ള വ്യക്തത പലർക്കും ഇല്ല എന്നുള്ളതാണ്. അത് ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ വിചാരിച്ചു അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെയാണ്. ഞാൻ മാത്രമല്ല പറയേണ്ടത്. അതിനകത്ത് രമേശ് പയ്യന്നൂർ അടക്കമുള്ള അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള പിന്നെ ഒരുപാട് പേര്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നവർ തന്നെയാണ്. അവരൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളോട് അതിനെക്കുറിച്ചൊരു വ്യക്തത പറയാം. അതായത് ഏഷ്യാനെറ്റ് റേഡിയോ അതായത് തുറന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന പോലെ സംഭവിച്ച ഒരു മാധ്യമമാണ്. ഏറ്റവും നല്ല നിലയിൽ നിൽക്കുമ്പം ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് ഉള്ള മാറ്റമാണ്. ഒന്ന്, ഏഷ്യാനെറ്റ് സ്റ്റാർ എന്ന നെറ്റ്വർക്ക് 2014 ഏറ്റെടുക്കുന്നു. അതിനുശേഷം 2018 വരെ US കമ്പനിയായ സ്റ്റാറിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഡിസ്നി വേൾഡിലേക്ക് മാറുന്നു. അപ്പോൾ ഡിസ്നി വേൾഡിലേക്ക് മാറിയപ്പോൾ ഏഷ്യാനെറ്റ് റേഡിയോയിൽ ന്യൂസ് ഉള്ളത് കൊണ്ട് ഡിസ്നിയിലേക്ക് മാറിയിട്ടില്ല. കാരണം അതിൽ ന്യൂസ് ഇല്ല. അത് വേൾഡിൽ മൊത്തം എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡിസ്നി, അറിയാമല്ലോ. അപ്പോൾ ഇതിനെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭാഗമാക്കി. അത് ഇന്ത്യൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അങ്ങനെ ഭാഗമാക്കിക്കൊണ്ട് ഒരു റീലോഞ്ചിങ് 2020 എക്സ്പോയോട് അനുബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് ലാസ്റ്റ് ഒരു 4 പേരിലൂടെയാണ് റേഡിയോ പ്രവർത്തിച്ചത്. എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ഞാൻ കൈകാര്യം ചെയ്യുന്നു, പിന്നെ ന്യൂസിൻ്റെ 2 പേരും, പിന്നെ ഒരു ടെക്നീഷ്യനും. അപ്പോൾ അതിനുശേഷം കുറച്ചധികം കാലതാമസം വന്നപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ് എന്തായാലും നാട്ടിലേക്ക് പോകുക. കാരണം എനിക്ക് നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അതൊരു അവസരമായി കണ്ട് ഞാൻ അവിടുന്ന് പോകാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അത് നിരന്തരം ഇങ്ങനെ വന്നപ്പോഴേക്ക് തന്നെ അപ്പോഴുണ്ടായിരുന്നൊരു സംവിധാനത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ നിലവിൽ ആരും ഉണ്ടാകില്ല, അപ്പം അത് ഷട്ട് ഡൗൺ ചെയ്യാം എന്നുള്ളത്. ഇത് തന്നെയാണ് ബാക്കിയുള്ളവർക്കും
ഉണ്ടായൊരു മാനസികമായ ഒരു തീരുമാനം അതാണ്. കാരണം എല്ലാവർക്കും മറ്റുള്ള ഒരു സ്പേസിലേക്ക് പോകണം. എല്ലാവർക്കും അപ്പം പലരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെ സ്പ്രെഡ് ആയപ്പോഴത്തേക്ക് പിന്നെ അത് ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ ആയി. ബാക്കി എല്ലാവരുടെയും സെറ്റിൽമെന്റ് എല്ലാം തീർത്ത് അതങ്ങ് ക്ലോസ് ആയി എന്നുള്ളതാണ്. അതായത് അല്ലാതെ മറ്റൊരു പ്രതിസന്ധിയിലും നിന്നതല്ല. അതുപോലെ കോവിഡ് വന്നപ്പോഴത്തേക്ക് പിന്നെ സാഹചര്യങ്ങൾ മാറി. പിന്നെ റേഡിയോ എന്ന് പറയുന്ന ആ ഒരു സംഭവം എങ്ങനെയാണോ കേട്ട് നിർത്തിയത് അവിടെ നിൽക്കുകയാണ്. ഇനി അതിനൊരു തിരിച്ചുവരവ് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഏഷ്യാനെറ്റ് റേഡിയോയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടവരൊക്കെ എനിക്ക് തോന്നുന്നു പല മേഖലകളിലേക്ക് പോയി കഴിഞ്ഞു. കോർപ്പറേറ്റ് കമ്പനികൾ അത് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതങ്ങനെ തന്നെ ഓർമ്മകളായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ തിരിച്ച് മറ്റു റേഡിയോയിൽ വരുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓഫറുകളും ഈ അടുത്ത സമയത്ത് പോലും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത്തരം ഒരു മാധ്യമത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. ഡിജിറ്റൽ മീഡിയ കംപ്ലീറ്റ് കൈയടക്കി കഴിഞ്ഞ ഒരു ലോകത്ത് ഇനി വീണ്ടും തിരിച്ച് റേഡിയോയിലേക്കോ ടെലിവിഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഇന്ന് ഒരു മൊബൈൽ ഫോണുമായി നടക്കുന്ന ഒരാളെയാണ് ഒരു വലിയ ചാനൽ പോലും കോമ്പീറ്റ് ചെയ്യുന്നത്. അതാണല്ലോ അവസ്ഥ. കാരണം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ ചാനലുകൾ കണ്ടെത്തുന്ന വാർത്തകൾക്കപ്പുറത്തേക്കാണ് ഒരു മൊബൈലുമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ആകെ ഒരു മൊബൈലിൻ്റെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരാൾ എവിടുന്നെങ്കിലുമൊക്കെ ഉള്ള ഒരു വാർത്തകൾ എടുക്കുന്നു. അതിനൊരു സത്യസന്ധതയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തതയില്ലാതെ അത് കൊടുക്കുന്നു. അത് വലിയ മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പുറത്തുള്ളതെല്ലാം സത്യസന്ധം എന്നുള്ളതല്ല. അവിടെയും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കംപ്ലീറ്റ് സിസ്റ്റം മാറി. അതുകൊണ്ട് ഇപ്പം നമ്മുടെ നിലപാട്, നമ്മുടെ എത്തിക്സ് എന്നുള്ളതിനെ നിലനിർത്തി പോകുമ്പോൾ എല്ലായിടത്തും നമ്മൾ അവൈലബിൾ ആകത്തില്ല. കാരണം അങ്ങനെ ആവണമെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മളല്ലാതായി മാറണം. ഞാനിപ്പോൾ UAE വന്നപ്പോൾ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. UAE സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നല്ല നിലയിൽ ഇപ്പം ഷായി ചേട്ടൻ പോലും ഈ ഓൺലൈൻ മീഡിയസിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ പക്വതയോട് വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് മാധ്യമ മേഖലയിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മാധ്യമ പ്രവർത്തകരല്ലാത്തവരൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഞാനത് കഴിഞ്ഞ ദിവസം പോലും ടിക്ടോക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ എവിടെ അധപ്പതിച്ചു പോയെന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു സമൂഹം മൊത്തം അധപ്പതിച്ചു പോയൊരവസ്ഥയാണ്. ഇതെന്താണ് ഈ രാത്രി കാലങ്ങളിൽ ഈ ടിക്ടോക്കിൽ നടക്കുക? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതെന്താ സത്യത്തിൽ? അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു പേരും വെച്ചുകൊണ്ട് എന്തൊരു കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു അപമാനമായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലേക്ക് ഇവിടെ മൂല്യച്യുതി സംഭവിച്ചു. ആ റേഞ്ചിലോട്ട്, അതായത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യും. എന്നിട്ട് വ്യക്തിപരമായി ചില ആൾക്കാരെ കുറിച്ച് അറിഞ്ഞു. അതായത് ഈ നമ്മൾ വളരെ പ്രശസ്തരെന്ന് ഈ സോഷ്യൽ മീഡിയ വാഴ്ത്തുന്ന ചിലരുടെ വ്യക്തിപരമായ ലൈഫിലേക്ക് ചില ആളുകൾ തെളിവ് സഹിതം നമ്മളെ കാണിക്കുകയാണ് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത അപമാനമാണ്. കാരണം അത്ര പണത്തിനും പ്രശസ്തിക്കും വേണ്ടി UAE ഒരുപാട് പേരുണ്ട്. UAE മാത്രമല്ല, പിന്നെ നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വേറെ ഒന്നുമല്ല, എത്തിക്സ്, നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങൾ വെച്ച് പോകുന്നവർക്ക് പറ്റുന്നതല്ല ഡിജിറ്റൽ മീഡിയ എന്നുള്ളതാണ്. എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് കൈകാര്യം ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവർ വളരെ സക്സസ് ആയിട്ട് പോകുന്നു. നമുക്ക് അവരുടെ പാത പിന്തുടരാനേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും. ക്രിയേറ്റീവ് ഡയറക്ടറാണ്, പിന്നെ അതുപോലെ തന്നെ അവതാരകനാണ്. ഈ തിരക്കുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ശരിക്കും ഇപ്പം കേരളത്തിൽ നിന്ന് വരുന്നു, നേരെ സൗദിക്ക് പോയി, സൗദിയിൽ നേരെ UAE വരുന്നു, അടുത്ത UAE വീണ്ടും പോകുന്നു. ഇതെങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്? ഞാനിത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാൻ പല വലിയ സിനിമാ താരങ്ങളോടും വലിയ പ്രശസ്തരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ഇത് ഷാജി ചേട്ടൻ എന്നോട് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ എന്തോ വല്ലാത്തൊരു അവസ്ഥ. ഞാൻ പറയുന്ന സത്യമാണ്, ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. ഞാൻ അതായത് എക്സാജറേറ്റ് പറയല്ല, സത്യസന്ധമായ കാര്യം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന സീനൊക്കെ വെച്ചിട്ട് ഞാൻ പറയാണ്. അത് പലരും എന്നോട് ഇങ്ങനെ പറയുന്നു. ഞാൻ നാട്ടിലേക്ക് പോയി, ഇവിടുന്ന് ഏഷ്യാനെറ്റ് റേഡിയോ നാട്ടിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും ഒരു വലിയ മീഡിയയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്നുകിൽ അതേ ലെവലിലുള്ള ഒരു മീഡിയയിലോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലോ ലൈവായിട്ട് നിൽക്കണം. നിന്നില്ല എങ്കിൽ അയാളെ കാണുന്നില്ലല്ലോ, അയാളിപ്പോൾ എവിടെ ആവും? അയാളൊക്കെ അങ്ങ്
പോയില്ലെന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ പൊതുവായ ചിന്തയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അവസരങ്ങൾ, എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആദ്യം ദൈവാനുഗ്രഹം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥനകൾ, അതിന് ശേഷം പ്രവാസ ലോകം. ഈ ഗൾഫ് മേഖലയിലുള്ള പ്രവാസി മലയാളികളായിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ അവർ തന്നിട്ടുള്ള വലിയ പിന്തുണയാണ്. കാരണം അവരാണ് ഈ നിലയ്ക്ക് നമ്മളെ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ നിരന്തരം അവിടെ വരാൻ പറ്റുന്നൊരു അവസരമുണ്ടായി. ഇപ്പോൾ യു എയിൽ ഇപ്പോൾ എത്ര പ്രാവശ്യം വന്നു പോയതിനു ശേഷം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും അബുദാബിയിൽ. ഇതൊക്കെയും നമ്മുടെ പ്രവൃത്തിഫലം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരവസരത്തിന് വേണ്ടി ആരെങ്കിലും നിരന്തരം വിളിക്കുകയോ അവസരത്തിന് വേണ്ടി മറ്റെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓക്കെ പറഞ്ഞു. അതാണ് നിയാസ് ഈ കുട്ടി. അതെ അതെ. കാരണം അല്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ടേ ഉള്ളൂ. ഈ വന്നിട്ടുള്ള പല സമയങ്ങളിൽ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി എടുക്കുന്ന ഒരു തീരുമാനം ഗൾഫ് തന്നെയാണ് എന്നെ സംബന്ധിച്ച്. എനിക്കൊരു ഇപ്പോൾ ഉള്ള എത്ര പേർക്ക് എന്നെ അറിയില്ല. അല്ല, വർഷങ്ങളായിട്ട് ഒരുപാട് നല്ല, അതായത് ഈ ചാനലിൽ വന്ന സമയത്ത് മുതലുള്ള ഒരുപാട് നല്ല പ്രവാസി കണക്ഷൻസ് നിയാസിന് ഇപ്പോഴും ഉണ്ട്. ഉറപ്പായിട്ടും. കാരണം പലരും എൻ്റെ അടുത്ത് തന്നെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അടുത്ത നിയാസൊക്കെ എപ്പോഴാണ് ഇവിടെ വരുന്നത് എന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഈവൻസിലാണ് ഒന്ന് കാണാൻ പറ്റുക. അപ്പം തീർച്ചയായിട്ടും എന്നോട് ഷാജി ചേട്ടൻ പറഞ്ഞത്, നിയാസ് ഇന്നൊരു ഇൻ്റർവ്യൂ തരണം, അതിന് എനിക്കൊരു ആവശ്യമുണ്ട്. പലരും എന്നെ ഷാജി ചേട്ടനോട് ചോദിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ എൻ്റെ ചാനലിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ വലിയ പോസിറ്റീവായിരുന്നു. കാരണം അത് എന്നോടുള്ളൊരു സ്നേഹവും എന്നോടുള്ള ഒരു കരുതലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു മറുപടി കൊടുക്കാം. ഞാനിപ്പം നാട്ടിലാണ് സ്ഥിരമായിട്ടുള്ളത്. ഇപ്പം നാട്ടിൽ എനിക്കൊരു സംവിധാനമുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, കെ ലൈവ് എന്ന് പറയുന്നത്. അതും അതിൻ്റെ പ്രവർത്തനങ്ങളും ക്രിയേറ്റീവ് സൈഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഗൾഫിലും എല്ലാ സ്ഥലങ്ങളിലും വന്നു പോകുന്ന വിധത്തിലാണ് ഞാൻ നമ്മളെ തന്നെ ഒന്ന് ചെയ്തിരിക്കുന്നത്. അവതാരകൻ എന്നുള്ള എൻ്റെ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അന്നും ഇന്നും അതിനേക്കാൾ വളരെ ശക്തിയോടുകൂടി ഞാനത് ചെയ്യുകയാണ്. കാരണം പ്രധാനപ്പെട്ട പല വേദികളിലും പ്രധാനപ്പെട്ട പല ഇവൻറ്റുകളിലും എനിക്ക് അങ്ങനെ വരാൻ സാധിച്ചതുകൊണ്ട് അതൊന്ന് പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഇവിടെ നടക്കുന്ന സത്യത്തിൽ വേറൊരു പ്രൊമോഷനാണ്. കാരണം ഇതൊന്നുമില്ലാത്ത ഒരു ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് അവർ കാട്ടിക്കൂട്ടുന്നത് ഞാൻ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ അവസരങ്ങൾ, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും വെച്ചിട്ട് നല്ല വേദികളും നല്ല അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ട്. ഏത് നിമിഷവും എപ്പോഴും എന്നെ വിളിച്ചാൽ, എൻ്റെ നമ്പരും വേണമെങ്കിൽ പറ്റുന്നെങ്കിൽ കൊടുക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ പ്രോഗ്രാമിൻ്റെ അവതാരകനായിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യാൻ ഞാനുണ്ട്. എനിക്ക് നാട്ടിൽ മാത്രമല്ല ഗൾഫിലും ഉണ്ട്. അത് ഷാജി ചേട്ടൻ്റെ ഈ ഒരു ചാനലിലൂടെ പറയുമ്പം എന്നെ കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും അത് കാണും എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. ഈ പറയുമ്പോൾ തന്നെ നിയാസിനെ വേണം, നിയാസ് എന്ന അവതാരകനെ വേണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും 9447462426 ഇത് ഇന്ത്യൻ നമ്പർ. അത് തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പരും. എന്നെ വിളിക്കുന്ന നമ്പർ ഇത് തന്നെയാണ്. ഇപ്പം ലാസ്റ്റ് ചെയ്ത ഈവന്റ് സിദ്ദിഖയുടെ കൂടെ ആയിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിനു മുമ്പ് ഈ പറയും പോലെ വലിയ സെലിബ്രിറ്റികളുടെ കൂടെ എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് അല്ലേ? ഓരോ ഈവന്റ്സും ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ അലൈനിലായിരുന്നാലും അബുദാബിയിലായിരുന്നാലും ദുബൈയിലായിരുന്നാലും അങ്ങനെ എല്ലാ എമിറേറ്റ്സിലും ഉണ്ടായിരുന്ന ആളാണ്, സൗദിയിലായിരുന്നാലും അല്ലേ? അപ്പോൾ തിരിച്ച് ആ ഒരു ഇതിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ വലിയ അവസരങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട്. അതിൽ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിലെ FM റേഡിയോ വന്നതിന് ശേഷം അതിലാദ്യത്തെ ഒരു ബാച്ചിലുള്ള ആളാണ് ഞാൻ. അവിടെ നിന്ന് ആദ്യമായിട്ട് ഗൾഫിൽ വരാൻ അവസരം കിട്ടിയ ആൾ ഞാനാണ്. കേരളത്തിലെ FM റേഡിയോ സ്റ്റേഷൻ ആദ്യമായിട്ട് ഗൾഫിൽ വരുന്നത് എനിക്കാണ് അവസരം കിട്ടുന്നത്. ഇന്ന് ഒരുപാട് പേര് വന്നു കഴിഞ്ഞു. അവിടുന്ന് ഞാൻ ആദ്യം വരുന്നു, ഏഷ്യാനെറ്റിൽ വരുന്നു 2008 കാര്യം പറയുന്നു. അതിന് ശേഷമാണ് ഇവിടെ പല റേഡിയോയും തുടങ്ങുന്നതും പലരും പിന്നീട് വന്നതും ഇന്ന് പല ആ പേരിൽ തന്നെ നിൽക്കുന്നതും. ഇങ്ങനെ ചില ഒന്നാമതാകാൻ നമുക്ക് ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ്. പിന്നെ സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് ഇത്തരം ആളുകൾക്ക് യാതൊരു വിധത്തിലും അവിടെ അവരുടെ ഒരു പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു സ്പേസും ഇല്ലാതിരുന്നൊരു കാലം. ഇന്നിപ്പം അതൊന്നും അങ്ങനൊരു തടസ്സങ്ങളുമില്ല. അന്ന് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ഒരു റേഡിയോ അവതാരകൻ എന്ന നിലയിൽ പോകാൻ കഴിഞ്ഞത് എനിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ ഭാഗ്യങ്ങളുണ്ടായി. അതിനപ്പുറത്തേക്ക് എൻ്റെ വിസ ഈ കഴിഞ്ഞ കാലം അത്രയും UAE നിന്ന് എൻ്റെ വിസ എന്ന് പറയുന്നത്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആക്ടർ എന്നുള്ള വിസയിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. എൻ്റെ വിസ ആക്ടർ വിസയാണ്. ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും കൗതുകം, കാരണം എൻ്റെ വിസ പാസ്പോർട്ട് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴത്തേക്ക് ആക്ടർ. അപ്പോൾ അവിടെ വളരെ കൗതുകത്തോടു കൂടി അവരെന്നോട് ചോദിക്കാറും സംസാരിക്കാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇന്നും ചില ആൾക്കാർ പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രൊഫഷനല്ല എൻ്റെ വിസ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. കാരണം എന്താ, അങ്ങനെ പോലും ചിലപ്പം ചിലർക്ക് അവസരങ്ങൾ കിട്ടാതെ പോകുമ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ ഈ ജീവിതകാലം അത്രയും ഇതുവരെ കഴിഞ്ഞു, അതിനുള്ള അനുഗ്രഹങ്ങളുണ്ടായി. പിന്നെ ഇവിടുത്തെ ശ്രോതാക്കൾ അവരെത്രത്തോളം സ്നേഹമാണ്. കാരണം എന്നെ കാണാൻ മലബാർ എന്ന നാട്ടിൽ, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോയിട്ട് എന്നെ അന്വേഷിച്ച് കണ്ടെത്തി വന്നിട്ടുണ്ട് ഇവിടുത്തെ പഴയ പ്രവാസികൾ. ഇതൊക്കെ അതാ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ ഷായിച്ചേട്ടാ വല്ലാത്ത ഈ പ്രത്യേകിച്ച് ഒരു മുൻപുണ്ടായിരുന്ന പ്രവാസികൾ വല്ലാത്തൊരു ഫീലിലേക്ക് പോകും. കാരണം എന്താ, അതുപോലാണ് അവർ സ്നേഹിച്ചിട്ടുള്ളത്. ഈ സൗദിയിൽ നിന്ന് ട്രക്കിൽ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വന്ന് രാവിലെ കിസൈസിൽ വണ്ടി ഇട്ടിട്ട് കാത്തു നിന്നിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട്. പിന്നെ രാത്രിയിലാണ് അവർ തിരിച്ച് പോകുന്നത്. ആ മീഡിയ സിറ്റി ഓഫീസിന് പുറത്ത് വന്ന് കാത്തു നിന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ എന്തെല്ലാം അനുഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ പുതിയ ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇന്ന് ഈ അട്ടഹസിക്കുന്നവർക്കോ ഒന്നും ഇല്ലാത്ത അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും അത് പ്രവാസികളെ ശരിക്കും പറഞ്ഞാൽ പഴയ ഈ റേഡിയോ വർക്ക് ചെയ്തവരെയൊക്കെ പ്രവാസികൾ നെഞ്ചോട് ചേർത്തു എന്ന് തന്നെ പറയാം. കാരണം അവരെ കാണാനും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ശബ്ദം കേൾക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പ്രവാസികളുണ്ട്. അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫിൽ വരാൻ പറ്റും. ഞാൻ ഒരു വർഷം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഗൾഫിൽ നിന്നൊരു എക്സ്പീരിയൻസ്, അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ എന്ന് കരുതി വന്ന ഒരാളാണ്. 10 വർഷം ഞാനവിടെ നിന്നത്. 10 വർഷം ഞാനവിടെ നിൽക്കണമെങ്കിൽ നമ്മളെ വിടാത്ത ഒരു വല്ലാത്തൊരു അറേബ്യൻ മാജിക് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞു പോയ കാലത്തെ സമ്പന്നമായ ഒരു അനുഭവമാണ്. ഈ കാലത്ത് അതില്ല അല്ലേ? ഈ കാലത്ത് അത് പറയാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. വല്ലാത്തൊരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. അതായത് കാലം മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും ഓടി പൊക്കോണ്ടിരിക്കുകയാണ്. ഏതായാലും നിയാസിന് ഇത്രയും സമയം കിട്ടിയതിൽ വളരെ സന്തോഷം. വീണ്ടും അടുത്ത വരവിൽ നമുക്ക് കാണാം. ഉറപ്പായിട്ടും ഞാൻ ഇനി വരുമ്പം ഷായിച്ചേട്ടൻ്റെ കൂടെ ഇരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തും. ഇതുപോലെ പല കാര്യങ്ങൾ പറയാം. നമുക്ക് തമ്മിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഷായിച്ചേട്ടൻ ഇത്രയും ഒരു കലാസ്വാദകനും കലാപ്രവർത്തകനും സംഘാടകനും എല്ലാ നിലയിലും എത്ര പരിപാടി ഇപ്പോൾ ഷായിച്ചേട്ടൻ ഞാൻ നാട്ടിലിരുന്ന് കാണും. എത്രയോ സംഘടനകളുടെ നേതൃത്വത്തിലുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് അവർ TV 24 എന്ന് പറയുന്നത് ഷായിച്ചേട്ടനെ സംബന്ധിച്ച് ഇത് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഇതുപോലുള്ള ഒരുപാട് പേരുടെയായിട്ടുള്ള സഹകരണങ്ങളും ഒരുപാട് നല്ല ചിന്തകളും അതൊക്കെ ഇതിന് ഗുണം ചെയ്യും. അതിപ്പോൾ അങ്ങനെ വരട്ടെ. ഇനി വരുമ്പോൾ കൂടുതൽ ജനകീയമാകുന്ന ഒരു അവർ TV 24 കാണാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു ഷായിച്ചേട്ടാ. താങ്ക് യു.